ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി ഞാൻ വ്ളോഗ് എടുത്തിട്ട്. കാരണം ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ബിസിയാണ്. ഐ എം വർക്കിംഗ്. സോ വ്ളോഗ് എടുക്കാനൊന്നും ടൈമില്ല. അയ്യോ, എൻ്റെ തിരികെ ഞാൻ ഇപ്പം മേക്കപ്പിൻ്റെ പ്രോസസ്സിലായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് വ്ളോഗ് എടുത്തില്ലല്ലോ, ഇന്ന് വ്ളോഗ് എടുക്കാം. ഇന്ന് എനിക്ക് ഓഫാണ്, അതുകൊണ്ട് ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വ്ളോഗിൽ. ഇന്ന് നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്, ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട്. സോ ഇന്നിവിടെ വേറൊരാളും കൂടെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ആളല്ലേ, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ സാറമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് ഫോട്ടോഷൂട്ടിൻ്റെ സാറമ്മ കൂടെ ഒരുങ്ങുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ്, ബേസിക്കലി മൈ ഫസ്റ്റ് കസിൻ. സാറമ്മയായിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. സോ ആ വീഡിയോ കാണാത്തവർ എൻ്റെ ചാനലിൽ പോയി അത് കാണുക. ഞാൻ എൻ്റെ ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്തു ആദ്യം. എന്താണ് എൻ്റെ പ്രൈമറിൻ്റെ ഇതുണ്ട്, എല്ലാം ഉണ്ടായി. ഈ സാധനം ഉണ്ട്, പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് തുറന്നിട്ട് വേണം പ്രൈമർ ഇടാൻ. ഓക്കെ, ഞാൻ എൻ്റെ ഫുൾ മേക്കപ്പും കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഇൻസ്റ്റയിൽ എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടിട്ട് നിങ്ങൾ മടുത്ത് കാണുന്നുണ്ട്. സോ ഞാൻ എൻ്റെ മേക്കപ്പ് കാണിക്കുന്നില്ല. ആണെങ്കിൽ സാറ ചേച്ചിയുടെ മേക്കപ്പ് കാണിക്കാം അല്ലേ. ഇപ്പൊ ബ്ലാക്ക് കപ്സ് പോയി, വേറെ എന്തൊക്കെയോ. പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് ചെയ്തത് ആദ്യം എൻ്റെ ടീഷർട്ട് മാറ്റി ഒരു ഷർട്ട് ഇട്ടു. അത് ഞാൻ എൻ്റെ ബ്ലൗസ് ഇടാനാണ് പോയത്. പിന്നെ അതിട്ടിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊരു സുഖമില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാൻ ഷർട്ട് ഇട്ടു. പിന്നെ ഈ ചെയ്യുന്നതാണ് ലെൻസ് ഇടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് കഷ്ടപ്പാടാണ് ഇടാൻ വേണ്ടി, പക്ഷെ ഇന്നിട്ടപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഇടാൻ പറ്റി കണ്ണിൽ. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അത് താഴെ വീഴുന്നതാണ്. ആദ്യത്തെ ട്രയൽ തന്നെ കണ്ണിൻ്റെ അകത്ത് പോയി സാധനം. പിന്നെ ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ആദ്യം കാണും. പിന്നെ അത് കറക്റ്റ് പൊസിഷനിൽ ആയാൽ പിന്നെ സെറ്റാണ്. പിന്നെ ഒരു സീനും ഇല്ല. അത് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിലാവും. സോ ഒരു കണ്ണിലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കണ്ണിലിടാം. ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞ് വെള്ളമൊക്കെ വരും, അത് തുടച്ചെടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെൻസ് ഇടരുത്. വെള്ളമൊക്കെ ഒലിച്ച് വന്ന് മേക്കപ്പ് കുളമാവും. സോ ശ്രദ്ധിക്കണം, മേക്കപ്പൊക്കെ ഇടുന്നതിന് മുന്നേ വേണം നിങ്ങൾ ലെൻസ് ഇടാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് പ്രൈമർ ഇട്ടേ ഉള്ളൂ, അത് സീനില്ല. ലെൻസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി ഐ മേക്കപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലെൻസിൻ്റെ സൊല്യൂഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു വെറ്റായിട്ട് വേണം കണ്ണിലിടാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇടാൻ പറ്റില്ല അത് നമുക്ക്. ഓക്കെ, സോ അടുത്ത കണ്ണിലും ഇട്ടു, സെറ്റ്. അപ്പോൾ കണ്ണ് സെറ്റായി. ഇനി നമുക്ക് കണ്ണിൽ മേക്കപ്പ് ഇടാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളർ ട്രൈ ചെയ്യുന്നത്, എനിക്കിഷ്ടപ്പെട്ടു. സോ എൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ ഐ മേക്കപ്പ്? അഹാന കൃഷ്ണ ഇൻസ്പിറേഷനാണ്. അവരുടെ കല്യാണത്തിനുള്ള മേക്കപ്പ് കണ്ടിട്ട് ഐസ് അടിപൊളിയായിരുന്നല്ലേ. സോ അത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതുപോലെ ആയോന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ചെയ്യുന്ന കേസ് പൂ കെട്ടുന്നു. എന്നോട് തലയിൽ വയ്ക്കാൻ ഹാരം ഉണ്ടാക്കണം. ഹാരം എന്ന് പറഞ്ഞ പൂ കെട്ടിയ പൂ കിട്ടാത്തോണ്ട് കെട്ടാത്ത പൂ വാങ്ങിച്ച് കെട്ടുന്നു. അതെ, എന്തൊരു എഫേർട്ടാണ് നമുക്ക്. വലിയ ഹാരം ഉണ്ടാക്കി കഴുത്തിൽ കൂടി ഇട്ട് കൊടുക്കും. സാറമ്മ ഇത് കാണുന്ന ആരെങ്കിലും ഒരു ജോലി സാറമ്മയ്ക്ക് കൊടുക്കണം. HR-ഓ ടീച്ചറോ B.Ed ഒക്കെ പഠിച്ച കൊച്ചാണ്. ഇവിടെ ഇരുന്ന് പൂ കിട്ടുന്നു.
കറക്റ്റ് മാച്ച് കേട്ടാ. യെല്ലോ യെല്ലോ ഡേറ്റിഫ് യെല്ലോ സിറ്റിംഗ് ഉണ്ട്. ആർക്കെങ്കിലും പൂവ് കെട്ടാൻ വേണമെങ്കിൽ ഇവരെ വിളിച്ചാൽ ഫ്ലവർ ഡിസൈനിങ് ബൊക്കെ ഡിസൈനിങ് എല്ലാം ചെയ്യുന്നത്. കല്യാണ ഓർഡറുകൾ സ്വീകരിക്കുന്നതല്ല. പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തി വന്നു. അങ്ങനെ മന്തി കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. 2 ബുദ്ധി കൂടിയ ആൾക്കാരായതുകൊണ്ട് ബ്ലൗസ് തിരിച്ചിട്ടിട്ടും മനസ്സിലാവാതെ നിൽക്കുന്നു. ബാക്കിലുള്ള കെട്ട് ഫ്രണ്ടിൽ വന്നിട്ടും സ്റ്റിച്ച് ചെയ്ത ആളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്ത എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ഇത് ബാക്കാണെന്ന്. സംഭവം തിരിച്ചിട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റാക്കി ഇട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് എൻ്റെ ബ്ലൗസ് നല്ല ലൂസാണ്. കൈയും ബോഡിയുടെ പാട്ടും ഒക്കെ ലൂസായിരുന്നു. പക്ഷെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ദിവസം ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കൈ മാത്രമേ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ജോലിക്കൊക്കെ പോയി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോലം ഇങ്ങനെയായി. പിന്നെ ഇതെങ്ങനെ പെട്ടെന്ന് സെറ്റാക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു സ്ഥലത്തേ വെക്കാൻ പറ്റൂ. ബാക്കി കൈക്കുഴിയിലൊന്നും വയ്ക്കാൻ പറ്റില്ല. എന്തായാലും റെഡിയായി. ഇനിയിപ്പോൾ ഇതിട്ടേ പറ്റൂ. അങ്ങനെ പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സാരി ഉടുക്കാം. ഇനി എനിക്ക് സാരി ഉടുത്ത് തരുന്നത് ചേച്ചി തന്നെയാണ്. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. എന്നെ റെഡിയാക്കിയിട്ട് വേണം ചേച്ചിക്ക് ഇനി കുളിച്ച് സാരിയൊക്കെ എടുത്ത് റെഡിയാവാൻ വേണ്ടി. രാവിലെ എണീറ്റപ്പോൾ തന്നെ സാരിയിൽ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമായിട്ട് പെട്ടെന്ന് ഉടുക്കാൻ പറ്റി. എത്ര വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാലും വയറിന് ഒരു കുറവും ഇല്ല. വയറ് കുറയ്ക്കാനാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. നല്ല കേട്ടിടാൻ ഇത് ഇറക്കില്ല. മുടി തന്നെ ഇതാക്കിടാൻ. മുടി പൊക്കിയിട്ട് വെച്ചിരുന്നു. മൈ ഗോഡ്, ഒരു ചെറുക്കനെയും കൂടെ ഒപ്പിച്ച് തന്നാ ഞാൻ കെട്ടായിരുന്നു. അരികെ ഞാൻ ഇപ്പൊ പോയി നല്ലൊരു അടുത്ത പയ്യൻ, ഡാൻസ് കളിക്കുന്ന പയ്യൻ, ടാറ്റുള്ള പയ്യൻ. ഇത് കൊള്ളൂല, കളർ മാച്ച് അല്ല. രണ്ട് കളർ. പക്ഷെ അപ്പൊ ഇത് മാത്രമേ അല്ലെങ്കിൽ ഇത് മാത്രമേ. അതാണ് മാച്ച് എന്ന് പറഞ്ഞാലും ഞാൻ ഇന്നലെ പോയി വേറൊരു മാല വാങ്ങിച്ചായിരുന്നു. അതെനിക്ക് ഇടണമായിരുന്നു. ഇത് ചുമ്മാ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. കാരണം അമ്മ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഗോൾഡൊക്കെ ഞാൻ ഇട്ട് കാണുമ്പോഴാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ഗോൾഡിനോട് അത്ര താല്പര്യമില്ല. മുടി കെട്ടിത്തരാൻ വേണ്ടി ഞാൻ എൻ്റെ ചേച്ചി വിളിച്ചായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. സെലിബ്രിറ്റീസിനെ പോലെ സാരി ഉടുക്കാൻ ഒരാൾ, മേക്കപ്പ് ഇടാൻ ഒരാൾ, അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം എല്ലാം സെറ്റായി റെഡിയായി. എങ്ങനെയുണ്ട്? ഈ ഹെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, നമ്മൾ റെഡിയായി. ഇനി പുറത്ത് പോയി ഫോട്ടോ എടുക്കാം. നമ്മളിവിടെ എവിടെ വന്ന് അൽസീഫിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇനി കാണിക്കാം ഫോട്ടോ എടുക്കുന്നതൊക്കെ. ഗൈസ്, ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ. ചൂട് കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര വെയിൽ വേണം. പക്ഷെ മുഖമൊക്കെ ഫുള്ള് ഇതായി. അങ്ങനെ നിൽക്കും. കമ്മല് പിടിക്കും. എൻ്റെ ഫേസ് നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ വെച്ച് തുടച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. റീൽ ഉടനെ വരുന്നതായിരിക്കും. എഡിറ്ററിന് കൊടുത്തിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കി ഫോട്ടോസൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിംഗ് അത്ര എനിക്ക് കൈവശമായിട്ടില്ല ഇതുവരെ. വീട്ടിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. പൂവൊക്കെ
ഒരു സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് ഫോട്ടോ എടുത്തപ്പോൾ അവർ വന്ന് വഴക്ക് പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ വേറൊരു മരത്തിൽ കൊണ്ടുപോയി തൂക്കിയിട്ടിട്ട് എടുത്ത് കുറച്ച്. നല്ലൊരു അടിപൊളി ലൈറ്റുള്ള സ്പോട്ടായിരുന്നു ഇത്. ഇവിടുന്ന് എടുത്ത ഫോട്ടോയൊക്കെ കിടിലമായിട്ട് കിട്ടി. പിന്നെ എനിക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആരാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. മെയിനായിട്ട് എൻ്റെ ബ്രദർ, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. വേറെ പുറത്തുനിന്ന് ആരും അല്ല എടുക്കുന്നത് എൻ്റെ ഫോട്ടോസ്. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പോസ്റ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റയിൽ. കരിക്കട്ടയായിട്ട് നിൽക്കുന്ന എല്ലാവരും. സാറമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? ഫസ്റ്റ് ഷൂട്ട് ഇൻ ദുബായ് അല്ലേ? കഴിഞ്ഞു ഇപ്പോൾ ഷൂട്ടൊക്കെ. ഇത് നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രസ്സ് മാറിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാം. ഈ സാരിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട് എൻ്റെ മാല? ഇന്നലെ പോയി വാങ്ങിച്ചതാണ്. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അടുത്ത ആഴ്ചയല്ലേ ഓണം. ഈ വ്ളോഗിനി എപ്പോൾ ഞാൻ ഇടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫേസ് ഭയങ്കര ടാനായി. വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇനി എനിക്ക് ഓഫുള്ള ദിവസമേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ഇന്ന് പോയിട്ട് പകുതി ചെയ്യാം. പിന്നെ നമ്മൾ റീലെടുത്തു, ഡാൻസ് റീൽ വിത്ത് സാറാമ്മ. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉടനെ. പിന്നെന്താ ഉള്ള, പിന്നെ ഒന്നുമില്ല. ഫോട്ടോസൊക്കെ നന്നായിട്ട് വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ കഷ്ടപ്പെട്ടൊക്കെ ഒരുങ്ങി വന്നതാണ്. പിന്നെ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? അയ്യോ, മേക്കപ്പ് എങ്ങനെയുണ്ട്? ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഈ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുമോ, ഇനി വീട്ടിലെത്തിയിട്ട് എൻഡ് ചെയ്യുമോ, ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് എൻഡ് ചെയ്യുമോ എന്ന് അറിയില്ല. അത് ഞാൻ ചോദിച്ചു മാല എങ്ങനെ ഉണ്ടോ. ആ, ഞാൻ മെൻഷൻ ചെയ്യാം എവിടെ നിന്നാണ് എൻ്റെ ഇത് വാങ്ങിച്ചതെന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ചുട്ട് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല ലൈറ്റ്. അപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വെച്ച് ഡ്രസ്സ് മാറ്റാം. ഈ സാരിയൊക്കെ എടുത്ത് ഇവിടെ നടക്കുന്നത് തന്നെ അത് കുഴപ്പമില്ല. സോ ഡ്രസ്സ് മാറിയിട്ട് കാണാം. വാഷ്റൂമിൽ പോയി മാറ്റാം. ഗൈസ്, എനിക്ക് അടുത്തൊരു ആക്സിഡൻറ്റും കൂടെ സംഭവിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ആക്സിഡൻറ്റ് സംഭവിച്ച എൻ്റെ കാല് ഇതുവരെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അതിനു മുന്നേ ഞാൻ അടുത്ത ആക്സിഡൻറ്റ് ഉണ്ടാക്കും. സംഭവം ഞാനിപ്പോൾ തലയും കുത്തി വീഴുമായിരുന്നു. എൻ്റെ കാലിങ്ങനെയായി. സെയിം കാല് പിന്നെയും ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ വീഴ്ചകളെ പറ്റി എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ജീവിതത്തിൽ വീഴ്ചയേ ഉള്ളെന്ന് മനസ്സിലായെങ്കിൽ ഈ കടലിൽ വീടാന് വീഴ്ചകളാണല്ലോ കുട്ടിക്ക് പറഞ്ഞിട്ടുള്ളത്. ഫയർഫോഴ്സായി എല്ലാ വീഴ്ചകളും എൻ്റെ ക്യാമറയിൽ പതിയും. നിങ്ങൾക്ക് എവിഡൻസ് വരും. വീണ സ്ഥലം ഇവിടെ ഈ സ്റ്റെപ്പ് ഇതിൽ കാണുന്നുണ്ടോ? ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എത്തി. എന്ത് വിധി ഇത്! ഇവിടെയൊക്കെ കുറേ പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഷൂട്ട്, ഇവിടെ ഷൂട്ട്, ഇവിടെ ഷൂട്ട്, ഇവിടെ ഷൂട്ട്. സോ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് പോകുന്നു ഷാർജയിലോട്ട്. പിന്നെ ലേശം വിശപ്പും ഉണ്ടായിരുന്നു എല്ലാവർക്കും. എൻ്റെ കാലിൽ കാണാം മുറിവ്. എനിക്കൊരു സാധനം കാണിച്ചു തരാമേ. See the moon, so pretty.
ഇന്നലെയും ഓണായിരുന്നു. സോ നമ്മൾ വിശന്നത് കൊണ്ട് KFCയിൽ വന്നു. ഇനി ഇവിടെ ഞാൻ വീഴാതെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. പെപ്സി എല്ലാത്തിലും ആഡ് ചെയ്യണ്ടാമേ. പെപ്സി ഇല്ല, ഒറ്റ പെപ്സി മാത്രം മതി. മാലില്ലാതെ എന്തോ പോലെ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇന്ത്യ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ്. ഹൗ വാസ് യുവർ ഡേ? വയ്യ, മൂക്കൊലിച്ചൊലിച്ച് നടന്നു, തുമ്മി തുമ്മി ഒരു വഴിയായല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സ്റ്റെപ്പൊന്നും ഞാൻ മറഞ്ഞു വീഴും മിക്കവാറും. അതിനു മുന്നേ വ്ളോഗ് സ്റ്റെപ്പൊന്നും വീഴാതിരിക്കുക. നമ്മുടെ ഡ്രസ്സ് ട്രെൻഡിങ് ആണ്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതൊക്കെ പറയണ്ടേ? ഓക്കെ, ബൈ.